അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാക്കും ഞാൻ പത്തിരി വരട്ടെ കേട്ടോ. അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് എന്ന് നമ്മൾ കുറച്ച് ദിവസമായി ഇപ്പം നമ്മൾ സാധാ ചോറ് ഇപ്പം മിഞ്ഞാന്നൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഉണ്ട് അല്ലേ? മൂന്നാമത്തെ നൂൽമേൽ രണ്ടാമത്തെ നൂൽമേറ്റ ചോറ് ഉണ്ടാക്കിയതാണ്, പിന്നെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്ന് ഇതാക്കണ പത്തിരി, പിന്നെ കോഴിക്കറിയും, പിന്നെ അതേപോലെ നമുക്ക് സാധാ ചോറ് വെച്ചിട്ട് കേബേജ് കൊണ്ടൊക്കെ ഒരു ഉപ്പേരി വെച്ചിട്ടുണ്ടല്ലേ, അതുണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകട്ടെ. വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടണ്ടല്ലോ അടിച്ചമർത്തിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഞാൻ സാധാ നമ്മളെ ചോറൊക്കെ ഒന്ന് എന്തൊക്കെയാണ് ഞാൻ ചോറിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. അത് എന്നും നമ്മൾ ജ്യൂസ് അത് ഇത് വത്തക്കൻ്റെ ജ്യൂസ് അതൊക്കെ കാണിക്കരുത്. അപ്പം ഇനി നമ്മൾ സാധാ ചോറ് പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. അപ്പം ഇനി ചിക്കൻ കറി ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം. എന്നിട്ട് ചിക്കൻ കറിയിൽ തേങ്ങ അരച്ചു വാരി തേങ്ങ അരച്ച് വെച്ചിക്കണം. അതും കൂടി ഒന്ന് തിളക്കട്ടത് കേട്ടോ. ആ കൊറിയണ്ടേ, അതാ ഇവിടേക്ക് മഞ്ഞ കളറ്, ഇവിടെ യെല്ലോ കളറ്. ഇവിടെ നോക്കും, ഇവിടെ എങ്ങനെ വന്നു. തേങ്ങ അരച്ചത് പാരട്ടെ കേട്ടോ. വറുത്തരച്ചതൊന്നുമല്ല, സാധാ പച്ചക്ക്. അത് അരക്കണമൊന്നും കാണിച്ചിട്ടില്ല. അത് സാധാ പച്ചക്ക് നമ്മൾ വറുത്തുങ്ങാണ്ട് അരച്ചതല്ല. അപ്പോൾ ഫുള്ളൊന്നും ഒഴിക്കണില്ല, അത് മതി. എടുത്ത് വെക്കുന്ന ഞാളക്കൊപ്പം ഞങ്ങൾക്ക് എടുക്കാം. ഫ്രിഡ്ജിലുണ്ട്, എടുത്ത് വെച്ചാൽ മതി. ചിലപ്പോൾ ഈ കറി ഞങ്ങൾക്ക് നാളെ തന്നെ ഉണ്ടാവും. എങ്ങനെ എന്താ ചെയ്യുന്ന അറിയോ? ഒരു മുറിയാണെങ്കിലും ഇതാണെങ്കിലും ഒന്നായിട്ട് ഇങ്ങനെ അരച്ചു വെക്കും. എന്നാൽ 2 ദിവസത്തിനുള്ളത് എടുക്കാം. എപ്പോഴും ഇങ്ങനെ മാന്തി ഇതാക്കി എടുക്കും വേണ്ട. ഇത് ഫ്രിഡ്ജിൽ നല്ലോണം അടച്ചു വെച്ചാൽ സൂക്ഷിക്കുക. ആരാ അരച്ചു വെച്ചത്? അരച്ചതില്ലേ ഷാജി കുറച്ച്. ഇതൊന്ന് എല്ലാം തിളച്ചാൽ മതി കേട്ടോ. തേങ്ങ അതാ ഞാൻ ഒന്ന് തിളക്കട്ടെ. തേങ്ങ ഒന്നിങ്ങോട്ട് തിളക്കാൻ പറ്റുള്ളൂ. എളുപ്പം വാങ്ങിയേക്കണം നമുക്ക്. കോഴിക്കോട് പോണോക്കി കോഴിക്കുട്ടികളല്ലേ കറി നമ്മളൊന്നും കൂടി ആകുമ്പോഴെന്താ ഒന്നും കൂടി കുറുക്കും. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നീട്ടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കുറുക്കാൻ 3 ആളല്ലേ. എന്താ ഞാൻ അപ്പൊ ഇതാക്കണം. ഞാൻ കൊച്ചുള്ളി ഇട്ടുകാണ്ട് ഇവിടേക്ക് വറവ് ഇടട്ടെ കേട്ടോ. സാധാ ചോറും ഒക്കെ റെഡിയാക്കുകയാണ് ഞാൻ. അപ്പോൾ പത്തിരിൻ്റെ പരിപാടി, പത്തിരി പൂരിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞു. പൂരി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് തന്നെ ഉണ്ട് പൂരി. ഇന്നത്തോടെ കഴിക്കണം. അപ്പോൾ ഇനി അത് ഇതൊന്ന് അടച്ച് വെച്ച് വേണം. ചോറ് ഇതാക്കണം. കുറച്ച് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. ചോറ് ഊറ്റിയാണ്. ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് ചോറ് ഊറ്റി ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതാക്കണേ കേബേജ്. കേബേജ് ഇതാക്കണം. ഞാനിത് നോമ്പിൻ്റെ തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചാൽ കേബേജാണ്, പിന്നെ വെച്ചിട്ടില്ല. അപ്പം അതേക്ക് ചട്ടി തന്നെ തൂമിച്ച ചട്ടിയാട്ടത്, വറവിട്ട ചട്ടിയാണ്. അതിക്ക് തന്നെ കേബേജ് ഉപ്പേരി ഉണ്ടാക്കുക. അതായത് ഞാനൊന്നും ചതച്ചിട്ടില്ല. കൊച്ചുള്ളി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി ഇങ്ങനെ ഇട്ട്, മുളകും കറി ലീഫും കേട്ടോ, ചെറിയൊരു ഇഞ്ചി പീസും. തൈരും കൂടി അയക്കിടുന്ന അത് വേസ്റ്റിക്ക് ഇടുന്നത്. വെറും ചോറുണ്ട്. അപ്പൊ തൈരും വെറും ചോറും നോൻപായിട്ട് ചോറുന്നിട്ടില്ലേ. ഇറ്റാണെങ്കിൽ പ്രഷറിൻ്റെ അത് ഉണ്ടാവും, ഇടയ്ക്ക് ചോറുന്നണം. അല്ലെങ്കിൽ ഒരു മന്ദപ്പ രാത്രിയും ഒന്നും തിന്നൂല. ആ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിച്ചൂലല്ലേ നമ്മള്, വെള്ളം നേരം കുടിച്ച് കിടക്കല്ലേ. അപ്പൊ ചോറ് പറഞ്ഞ സാധനം ഇപ്പൊ തിന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു അല്ലേ.
ഒരു 3-ആമെങ്കിലും പക്ഷെ അന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങള് കഴിച്ചിട്ട് ചോറിട്ട് കഴിച്ചണോ? ഫസ്റ്റ് അന്ന് ചോറാ കഴിച്ചു. എന്തായാലും ചോറ് തിന്നിട്ട് കുറെ കാലമായി തോന്നുന്നുണ്ട് ചേച്ചി. അങ്ങനെ കടുക് പൊട്ടിച്ചാട്ടോ ഞാൻ ചെയ്യണത്. ഇതൊക്കെ എല്ലാം ആഡ് ചെയ്തതാട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, തൈര് ഒഴിച്ചാൽ മതി. ഫുള്ള് ഒഴിച്ചട്ടെ തൈര്? റെഡി ആയപ്പോ ഇവിടുന്ന് തന്നെ അടുപ്പിൽ നിന്ന് തന്നെ എടുത്തുങ്ങാണ്ട് ഈ ഒരു പാത്രത്തിൽ കാച്ചി വെക്കുകയാണ് കേവേജ്. ഇതിൽ എനിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാ ചോർക്ക് കറി വേണമല്ലോ. ഉണ്ടാക്കണത് എന്താ പറയുക, മുരിങ്ങ സൂപ്പ്, അതായത് മുരിങ്ങ താളിപ്പ് അല്ലെങ്കിൽ സൂപ്പ്. അപ്പം അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ, എനിക്കിഷ്ടപ്പെട്ട ഒരു കറിയാണിത്, മുരിങ്ങ താളിപ്പ് സൂപ്പായിട്ട് എടുക്കണേ. നമ്മൾ തക്കാളിയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇതിൽ കൊച്ചുള്ളി വെളുത്തുള്ളി കേട്ടോ. പിന്നെ അതേപോലെ പച്ചമുളക് ഇടുക. പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ. പച്ചമുളക് ആകുമ്പോഴെന്ന് പറയുക ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇത് നമ്മൾ എണ്ണയിലിടുമ്പോൾ അതിൻ്റെ കുരുകൾ പൊട്ടിങ്ങനെ തെറിക്കും. ഇതൊന്ന് മൂത്ത് വരട്ടെ, കുറച്ച് വിട്ട് നിന്നാൽ മതി. എന്നിട്ട് പിന്നെ മൂത്തിട്ട് അടപ്പൊട്ടി വെക്കണ്ടേ. ആ ഇനി വിട്ട് നിന്നിട്ട് അത് മൂത്തിട്ട് ഇതിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ഇനി നമുക്ക് മുരിങ്ങ ഉണ്ടല്ലോ, മുരിങ്ങ ലീഫ് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഉപ്പിട്ടോ അറിയാം. എന്താ തെറിച്ചും കെട്ടനെ വരുന്നുണ്ട്. ഒരു ഇലൻ്റെ ഇതെന്ന് അറിയാം. ഇനി എന്താ ചെയ്യാതറിയോ, അത് നമ്മളെ കഞ്ഞിവെള്ളം കേട്ടത്. ഞാനിപ്പോൾ ഈ ചോറ് സാധാ ചോറ് ഊറ്റി വെച്ചില്ലേ, അതിലുള്ള കഞ്ഞിവെള്ളമായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇച്ചിരി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇത്രേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റോ നല്ല അപാരം ടേസ്റ്റ്. ഒഴിച്ച് മാറ്റി വെച്ചിട്ടോ. ഇനി എന്താ അറിയോ, ഇതാ ചോറ് വെച്ച കാലതാണ്. പിന്നെ ഞങ്ങളെ കലത്തിൻ്റെ വലിപ്പമാണ്. ഞങ്ങളെ കലത്തിൻ്റെ ഒക്കെ വലിപ്പമാണത്. കുഞ്ഞി കലാണ്. മറ്റേത് വലിയൊരു കലം വേണം ഞങ്ങൾക്ക് വെക്കാൻ. അങ്ങനെ ചിലപ്പോൾ തികയില്ല, രണ്ടെട്ടൊക്കെ വെക്കണം. പിന്നെ ഇപ്പൊ കുഞ്ഞിക്കാലത്തിൽ വെച്ചാൽ തന്നെ ബാക്കിയല്ല. അപ്പം തന്നെ കഴുകി വെക്കുക. കണ്ടോ അതിൽ വൃത്തിയുണ്ട്. മണ്ണുംകല്ലാകുമ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇതാ കണ്ടോ, ഇതും അതേപോലെ തന്നെ നമ്മളെ ചണ്ടി ഉണ്ടല്ലോ, ഇരുമ്പിൻ്റെ ചണ്ടി കൊണ്ട് നല്ലോണമുണ്ട്. ഇനി നമുക്ക് ഗ്യാസുമ്മലും വെക്കാം, അടുപ്പത്തും വെക്കാം. നമുക്ക് കരിയോ ഒന്നും ഉണ്ടാവില്ല. പത്തിരി, പൂരി, സാദാ ചോറ്, കാബേജ് ഉപ്പേരി. ഇത് അടിപൊളിയാണല്ലോ. എന്നാലും ഉള്ളിൽ വെള്ളം പൊടിക്കും. ആയി മുരിങ്ങ താളിപ്പ് സെറ്റപ്പാണ്. ഒന്നാണ് സെറ്റപ്പായത്. ഇതെന്താണ്? ചിക്കൻ കറിയോ? ചിക്കൻ കറി. തേങ്ങ അരച്ച ചിക്കൻ കറി, പൂരി, പത്തിരി, ചോറ് ഒക്കെ. പിന്നെ വള്ളങ്ങളും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അത് പിന്നെ എപ്പോഴും നമ്മൾ കാട്ടുന്നാല്. ഇന്നത്തെ സ്പെഷ്യലുകളാണിത്.
വത്തക്ക നാരങ്ങ വെള്ളം തൈക്കഞ്ഞി ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ഡെയിലി കാട്ടണത് ഞാൻ അത് കൊടുന്നേക്കാണ്ട് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ പറഞ്ഞ ചോറാണ്. സാദാ ചോറാണ്. മുരിങ്ങാതാളിപ്പൂ ഉണക്കലമീൻ്റെ ഒരു കഷ്ണം കൂടി മാറ്റി അത് ഞാൻ വിചാരിച്ചു അവിടെ ഉണ്ടാവുമല്ലോ ചിലപ്പോ ഉണക്കലമീൻ്റെ കഷ്ണം അടിപൊളിയാ. ഫ്രൈ ചെയ്തങ്ങാണ്ട് കുപ്പിയിലാക്കി വെക്കുന്നതാണ് ഉണക്കമീൻ. എന്നാൽ ഇതിനെടുത്തിട്ട് നമുക്ക് എന്താ ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. അത് ഞാൻ ഇതിങ്ങനെ വെക്കണതാണ്. പാത്രത്തിൽ പറഞ്ഞത് അത് മാത്രം നമുക്ക് കഴിക്കുമ്പോഴേ ഫ്രൈ ചെയ്തങ്ങാണ്ട് ഇത് കുപ്പി എടുത്ത ശരി. അതൊക്കെ ഒന്ന് അടച്ചു വെക്കട്ടെ. നോമ്പ് തുറക്കാനായിട്ടില്ല. നേരത്തെയാണ്, എന്നും നേരത്തെയാണ്. പക്ഷെ നമ്മളെല്ലാം നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊക്കെ ആക്കിയപ്പോൾ ഫ്രിഡ്ജിലാണ് വെള്ളങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഇത് ഇങ്ങനെ കാണിക്കുന്നത് ഇത്ര കാണിക്കണോ. അപ്പം നമ്മൾ വീഡിയോ കണ്ട അപ്പം എന്നും ഒരേപോലെ ഇപ്പോൾ ഈ വെള്ളം കഴിക്കുന്നത് അത് ഒരേപോലെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ മടുപ്പ് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽബട്ടൺ അടിച്ചമർത്തി പോവുക കേട്ടോ. ഇന്ന് മെയിനായിട്ടുള്ള ഡിഷ് മാത്രം കാണിച്ചിട്ടുണ്ട്. ബൈ.